ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 മെയ് മാസം 24 ശനിയാഴ്ച പ്രദോഷമാണ്. ശനി പ്രദോഷം. പ്രദോഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആചരിക്കുന്നത്? സർവദോഷങ്ങളും അകറ്റുന്നതിനു വേണ്ടി, ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രദോഷം ആചരിക്കുന്നത്. എല്ലാ മാസവും ത്രയോദശി തിഥി വരാറുണ്ട്. ത്രയോദശി തിഥിയിലാണ് പ്രദോഷം ആചരിക്കുന്നത്. ഇത്തവണ ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2025 മെയ് മാസം 24 വൈകുന്നേരം 7:20 മുതൽ 2025 മെയ് മാസം 25 ഉച്ചയ്ക്ക് 3:51 വരെയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് പ്രദോഷമുള്ള ഏതു ദിവസമാണോ ആ ദിവസം, അതായത് 2025 മെയ് മാസം 24 നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നു. ഇത്തവണ പ്രദോഷം വന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാദേവന് വളരെ പ്രീതികരമായ ദിവസമാണ് ശനിയാഴ്ച. ശനിയാഴ്ച വ്രതം പോലും മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനായി നമ്മൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്രദോഷം വളരെ വളരെ വിശേഷമാണ്. എന്തിനാണ് നമ്മൾ, എന്ത് ഐതിഹ്യമനുസരിച്ചിട്ടാണ് നമ്മൾ പ്രദോഷം ആചരിക്കുന്നത്? ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പാലാഴി മഥനം ആ കഥ അറിയാം ഇല്ലേ? പാലാഴി മഥനം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ദേവന്മാർക്ക് ബാധിച്ചിരിക്കുന്ന ജരാനരകൾ, ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു. ആ കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ മോഹിനി അവതാര കഥ പറഞ്ഞപ്പോഴും, അതുപോലെ കൂർമ്മ അവതാര കഥ പറഞ്ഞപ്പോഴുമൊക്കെ തന്നെ നമ്മൾ ഈ കഥ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിലും ഉണ്ട്. അങ്ങനെ ദേവന്മാരുടെ ഈ ജരാനരകൾ എന്ന അവസ്ഥ മാറുന്നതിനായിട്ട് അവർ പാലാഴി കടയുകയാണ്. പാലാഴി എന്താണ്? പാലാഴി പാൽക്കടലാണ്. അവിടെയാണ് നാരായണൻ പള്ളി കൊള്ളുന്നത്. പാലാഴി കടയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ദേവന്മാർ അസുരന്മാരുടെ സഹായം സ്വീകരിക്കുന്നു. അസുരന്മാരാദ്യം സമ്മതിക്കുന്നില്ല. പിന്നീട് മഹാദേവൻ്റെ റെക്കമെൻഡേഷനൊക്കെ ഉണ്ട്. അങ്ങനെ ആ റെക്കമെൻഡേഷനൊക്കെ സ്വീകരിച്ചിട്ടാണ് അസുരന്മാർ പാലാഴി കടയാം എന്ന് സമ്മതിക്കുന്നത്. അന്ന് അസുര രാജാവ് മഹാബലിയാണ്. അങ്ങനെ അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടയുന്നു. മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് പാലാഴി കടയുകയാണ്. ആ സമയത്താണ് ഭഗവാൻ കൂർമ്മമായി അവതരിക്കുന്നതും പൊന്മാനായി അവതരിക്കുന്നതുമൊക്കെ. അങ്ങനെ പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാസുകിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദേവന്മാരും അസുരന്മാരും വലിക്കുകയാണ്. ദേവന്മാർ വാലുഭാഗത്തും അസുരന്മാർ തലഭാഗത്തും പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ മന്ദരപർവ്വതത്തെ ചുറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘർഷണവും ഒക്കെ ഉണ്ട്. അങ്ങനെ വാസുകി ആകെ ക്ഷീണിക്കുന്നു. ക്ഷീണിച്ചിട്ട് വാസുകി ഛർദ്ദിക്കാനായി പോവുകയാണ്. എന്താണ് ഛർദ്ദിക്കാനായി പോകുന്നത്? കാളകൂട വിഷം. ഛർദ്ദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നു വാസുകി ഛർദ്ദിക്കാൻ പോവുകയാണ്. കാരണം വാസുകി ക്ഷീണിക്കുന്നു, തളരുന്നു, കണ്ണൊക്കെ തുറിച്ചു പുറത്തോട്ട് വരുന്നു, നാക്കൊക്കെ ഒരു പരിധി കൂടുതൽ പുറത്തേക്ക് നീട്ടുന്നു. എല്ലാവർക്കും മനസ്സിലായി കുഴപ്പമാണ്. വാസുകി ഛർദ്ദിച്ചാൽ ഈ 14 ലോകങ്ങളും നശിക്കും. എന്താണ് പോംവഴി? ഛർദ്ദിക്കാൻ വന്നാൽ ഛർദ്ദിക്കാതിരിക്കാൻ പറ്റുമോ? എന്തു ചെയ്യും? ആ സമയത്താണ് സകലരുടെയും രക്ഷകനായ സാക്ഷാൽ മഹാദേവൻ തൻ്റെ തൃക്കൈയിൽ
വാസുകിയുടെ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയാണ്. അത് താഴേക്ക് കളയാൻ സാധിക്കത്തില്ല. സാധിച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും ലോകങ്ങൾ നശിക്കും. അങ്ങനെ നിവർത്തിയില്ലാതെ ഭഗവാൻ ആ വിഷം, ആ കാളകൂട വിഷം, ആ ഉഗ്രവിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിച്ചു. അത് കണ്ട് പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകി പിടിച്ചു എന്നൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തു തന്നെയായാലും ആ വിഷം ഭഗവാന്റെ തിരുകണ്ഠത്തിൽ ഉറച്ചുപോയി. അങ്ങനെയാണ് ഈശ്വരനെ നീലകണ്ഠൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. വിഷമാണ് ഭക്ഷിച്ചത് ഈശ്വരനാണെങ്കിലും അങ്ങനെ മഹേശ്വരൻ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയാണ്. ആലസ്യമായി, അദ്ദേഹത്തിന് ക്ഷീണം വന്നു. അതുകൊണ്ട് തൻ്റെ പത്നിയായ ശ്രീ പാർവതിയുടെ മടിയിൽ തലവെച്ച് മഹാദേവൻ മയങ്ങി. ആ സമയത്ത് സമസ്ത ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ദേവർഷിമാരും എല്ലാവരും തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കൂടി നിന്നു. എല്ലാവരും നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ അദ്ദേഹം സകല ദോഷങ്ങളും മാറ്റിക്കൊണ്ട്, വിഷങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകറ്റിക്കൊണ്ട് അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റു. അങ്ങനെ എല്ലാ വിഷങ്ങളെയും എല്ലാ ദോഷങ്ങളെയും അകറ്റിക്കൊണ്ട് മഹാദേവൻ ഉണർന്നെഴുന്നേറ്റ ആ ത്രയോദശി സന്ധ്യാവേളയിൽ നമ്മൾ മഹാദേവനെ കൂടുതലായി പ്രാർത്ഥിക്കുന്നു. ആ ദിവസമാണ് പ്രദോഷമായി നമ്മൾ ആചരിക്കുന്നത്. പ്രദോഷ ദിവസത്തിൽ ത്രിസന്ധ്യയ്ക്കാണ് പ്രാധാന്യം, പ്രദോഷ സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം. ആ സന്ധ്യാസമയത്ത് ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവിടെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാവുകയും ആരാണോ നമഃശിവായ മന്ത്രം ജപിച്ചത് അവർക്ക് എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മഹാദേവൻ ഉണർന്നെഴുന്നേറ്റിട്ട് അദ്ദേഹം പാർവതീദേവിയെയും സമസ്ത ദേവകളെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ആനന്ദ നടനമാടി. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ അദ്ദേഹം ആനന്ദ നടനം ആടി എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ, അദ്ദേഹം ആനന്ദ നടനം ആടിയപ്പോൾ പാർവതീദേവി സന്തോഷിച്ചു, സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, എല്ലാവരും സന്തോഷിച്ചു. മഹാവിഷ്ണു ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. സമസ്ത ദേവതകളും സമസ്ത ലോകവും സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപ്രദമായ സമയമാണ് പ്രദോഷ സന്ധ്യാകാലം. ആ സമയത്തെ പ്രാർത്ഥന എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടത് സന്ധ്യാസമയത്താണ്. ഇത്തവണ പ്രദോഷം ശനിയാഴ്ചയും കൂടി വന്നിരിക്കുന്നതിനാൽ ശനി പ്രദോഷമെന്ന് അറിയപ്പെടുന്നു. വിവിധ പ്രശ്നങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് ശനിയാഴ്ച ദിവസം, ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ശനിയാഴ്ച അതായത് ശനി ഭരിക്കുന്ന ദിവസമാണ്. ശനിദേവനെ പ്രാർത്ഥിക്കുന്നതിന് അങ്ങേയറ്റം ഉത്തമമുള്ള ദിവസമാണ്. മഹാദേവൻ ശനിയുടെ ദേവനാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ശനിയുടെ ഗുരുവാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശനിയാഴ്ച വ്രതം ഒക്കെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ശനി ദോഷമുള്ള ആളുകൾ, അതുപോലെ തന്നെ കണ്ടകശനി, ഏഴര ശനി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ ജാതകത്തിൽ ശനി ദോഷഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ ഈ കാലസർപ്പദോഷം അനുഭവിക്കുന്ന ആളുകൾ, പിതൃദോഷം അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ശനിയാഴ്ച വ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വിശേഷമാണ്. എങ്ങനെയാണ് പ്രദോഷ വ്രതം ആചരിക്കുന്നത്? എല്ലാ വ്രതങ്ങളുടെയും പോലെ തലേദിവസം ശുദ്ധാഹാരത്തിലിരിക്കുക, ഒരു നേരം
അരിഭക്ഷണം. ഏകാദശി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ വ്രതത്തിലായിരിക്കും, അവർക്കും പ്രദോഷം എടുക്കാം കേട്ടോ. അവർ പ്രദോഷം എടുക്കേണ്ടത് അവർ രാവിലെ പാരണ വീടിയതിനു ശേഷം പിന്നീട് അവർക്ക് ഉപവസിക്കാം. അതിരാവിലെ ആ സമയം തുടങ്ങുമ്പോൾ ഇപ്പോൾ 6 മണിക്ക് മുതൽ 10 മണി വരെയാണ് നമ്മുടെ പാരണാ സമയമെങ്കിൽ 6 മണിക്ക് തന്നെ നിങ്ങൾ പാരണ വീടി ഒരു ജലം കുടിച്ച് തീർത്ഥം സേവിച്ച് ഒരു പഴമോ വല്ലതും കഴിച്ച് പാരണ വീടിയതിന് ശേഷം പിന്നെ നിങ്ങൾക്കങ്ങ് ഉപവാസത്തിലേക്ക് കടക്കാം. അങ്ങനെ ചെയ്യണം. ശരിയായി പ്രദോഷം എടുക്കുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കും. അങ്ങനെയാണ് ആരോഗ്യമുള്ള ആളുകൾ ചെയ്യേണ്ടത്. സന്ധ്യയ്ക്ക് മഹാദേവ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഇപ്പം ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ വളരെ വിശേഷം, അതിനുശേഷം ഭഗവാന്റെ തിരുനടയിലേക്ക് ഒരു കരിക്കോ വല്ലതും കൊടുത്ത് നേദിച്ച്, പഴം വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുത്ത് നേദിച്ച് നിങ്ങൾക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം, സന്ധ്യയ്ക്ക് ശേഷം ആ കരിക്കും ആ പഴങ്ങളുമൊക്കെ കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. സന്ധ്യാപ്രാർത്ഥന വരെ ഉപവാസം ആരോഗ്യം അനുവദിക്കുന്ന ആളുകൾക്ക്. ഇനി ആരോഗ്യം അനുവദിക്കാത്ത ആളുകളാണെങ്കിൽ പഴങ്ങളോ വെള്ളമോ പാലോ ഒക്കെ കുടിച്ച് ഇരിക്കാം. എന്നിട്ട് സന്ധ്യയ്ക്ക് ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ച് കരിക്ക് നേദിച്ച് അത് കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചോറുണ്ണാം. അങ്ങനെയാണ് വിധി പറയുന്നത്. ക്ഷേത്രത്തിലാണെങ്കിൽ, മഹാക്ഷേത്രങ്ങളിലാണെങ്കിൽ ചോറ് കൊടുക്കും. നമുക്കിവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലൊക്കെ അതിനുശേഷം അന്നദാനമുണ്ട്, ചോറുണ്ട്. അതല്ല, അങ്ങനെ ഇല്ലാത്ത ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ തൊഴുന്നതെങ്കിൽ, നിങ്ങൾ തൊഴുതതിന് ശേഷം വീട്ടിൽ വന്നിട്ട് പച്ചരിച്ചോറ്, നമ്മൾ സാധാരണ പച്ചരിച്ചോറ് വെച്ച് എന്തെങ്കിലും ഒരു ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി കഴിക്കാം. ഉള്ളിയൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം ചോറുണ്ണാം. ഇങ്ങനെയാണ് പ്രദോഷ വ്രതം എടുക്കേണ്ടത്. ഇനി ഇത്തവണത്തെ പ്രദോഷത്തിൻ്റെ പൂജാമുഹൂർത്തം അത് സന്ധ്യയ്ക്ക് 7:20 മുതൽ രാത്രി 8:53 വരെയാണ്. 7:20 മുതൽ 8:53 വരെ 1 മണിക്കൂർ 33 മിനിറ്റ്. ഈ സമയത്ത് ഇനി വ്രതം എടുത്താലും എടുത്തില്ലെങ്കിലും ഈ 1 മണിക്കൂർ സമയം, ഈ 1.5 മണിക്കൂർ സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക. നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിച്ചാൽ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. വ്രതമെടുത്താലും ഇല്ലെങ്കിലും ഇങ്ങനെ ആ സമയത്തൊന്ന് ചെയ്തു നോക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നാമജപം അത് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആദ്യം നാമം ജപിക്കുന്ന ആളുകൾക്ക് അതിനെ തടസ്സപ്പെടുത്തുന്നതിനായിട്ടുള്ള ധാരാളം ദുഷ്ടശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ഥിരമായി നാമം ജപിച്ച് വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ നാമം ജപിക്കാത്ത ആളുകൾ പുതുതായി നാമം ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അകാരണമായി ആ സമയത്ത് ദേഷ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. കഴിഞ്ഞ ദിവസം നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെ ഒന്ന് ദേഷ്യപ്പെടുത്തിയെന്ന് വരും. അപ്പം നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. അതല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അതിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. കാരണം നമ്മുടെ ഉള്ളിൽ അത്രയും കാലം ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ കടന്നുകൂടി, നെഗറ്റീവ് എനർജി കടന്നുകൂടി ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ നെഗറ്റീവ് എനർജി അതിനെ അങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുകയില്ല. അവരിതിനെ എന്ത് ചെയ്യും? പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. കാരണം ഇത്രയും കാലം വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഈ നെഗറ്റിവിറ്റികളെല്ലാം നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്വസ്ഥമായി താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത് അതേ കിടക്കുന്നു, നാമം ജപിക്കാൻ തുടങ്ങുന്നു, നല്ല കുട്ടിയാകാനായിട്ട് പോകുന്നു. ഇനി എനിക്കിവിടെ സ്ഥാനമില്ല എന്ന് തോന്നുകയാണ് ആർക്ക്? ഈ നെഗറ്റീവ് എനർജികൾക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? പരമാവധി നമ്മുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനായിട്ടുള്ള സകല കാര്യങ്ങളും അവർ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ വീട്ടിലിങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പം ഒരു അയലത്തുകാരൻ വന്നിട്ട് പറയുകയാണ്, ഇതെൻ്റെ വീടാണ്,
എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ദേഷ്യപ്പെടും, വഴക്കാകും. ഒരു നിവൃത്തിയില്ലെന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കേസ് കൊടുക്കും. കേസ് കൊടുത്തിട്ട് വളരെ ശക്തിയോടുകൂടി നമ്മൾ കേസ് നടത്തും. കാരണം എന്താണ്? നമ്മുടെ കിടപ്പാടമാണ്. ആ കിടപ്പാടം നഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുമോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് മറ്റവൻ്റെ വസ്തുവാണ്, നമ്മളവിടെ കയ്യേറി താമസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. ഏറ്റവും അവസാനം കോടതി വിധി വരുമ്പം നമ്മൾ തോറ്റുപോകും. അയാൾ അവിടെ കയറി താമസിക്കുകയും ചെയ്യും. അതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. ഈ നെഗറ്റീവ് എനർജിയെ പുറം തള്ളേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നാമജപം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ തടസ്സങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഭഗവാൻ തരുമെന്ന്. ശരിക്കും പരീക്ഷണങ്ങൾ ഭഗവാൻ തരുന്നതല്ല, ഈ നെഗറ്റീവ് എനർജികൾ തരുന്നതാണ്. കാരണം ഒരു തരത്തിലും ശരിയായ മാർഗത്തിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നതിന് ഈ നെഗറ്റീവ് എനർജികൾ സമ്മതിക്കത്തില്ല. കാരണം ഇത് കലിയുഗമാണ്, കലിയുടെ പ്രവർത്തികളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളെല്ലാം എൻ്റെ ശരിയായ മാർഗത്തിലേക്ക്, ആ ശരിയായ പാതയിലേക്ക് എന്നെ നടത്താൻ, ഞാൻ നടക്കാൻ പോകുന്നു, ഞാൻ ശരിയായ മാർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ മാർഗത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും വ്യതിചലിക്കരുത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വലിയ രാഷ്ട്രീയക്കാരനുണ്ട്, അയാൾ ഒരു വലിയ അഴിമതിക്കാരനാണ് എന്ന് നമ്മൾ കരുതുക. നമ്മൾ അയാൾക്കെതിരെ ഒരു യുദ്ധത്തിന്, അയാളുടെ അഴിമതികൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി പോകാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുന്നു എന്ന് കാണുമ്പോൾ ആ വഴികളിലൊക്കെ നമ്മളെ അയാൾ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പോകരുത്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഞാൻ ശരിയായ റൂട്ടിലെത്തിയിരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ച ശത്രു പേടിച്ചിരിക്കുന്നു, അപ്പം എന്നെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അയാൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ശക്തിയോടുകൂടി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ പോയാൽ അയാൾക്ക് ആ അഴിമതിക്കാരനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ നാമജപം തുടങ്ങുന്ന സമയത്ത്, വ്രതങ്ങൾ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടായാൽ നമ്മൾ ശരിയായ പാതയിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ ഓർത്തിട്ട് പൂർവാധികം ശക്തിയോടുകൂടി എങ്ങനെയെങ്കിലും എന്നെ ബാധിച്ചിരിക്കുന്ന ഈ ദുരിതങ്ങൾ ഞാൻ ഒഴിപ്പിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ദേഷ്യപ്പെട്ടാലും സാരമില്ല. ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോവുക. അത് ഗുണം മാത്രമേ നൽകുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.